കഴിഞ്ഞ ഞായറാഴ്ച സിനിമയ്ക്ക് വരാഞ്ഞെന്ത്? വരാൻ പറ്റിയില്ല. ഞാൻ വന്നിരുന്നു. നല്ല സിനിമയായിരുന്നു. എനിക്കും ഇഷ്ടപ്പെട്ടു. നല്ല സ്റ്റണ്ട് ഉണ്ടായിരുന്നു ഇല്ലേ? അതെ. കടപ്പുറത്ത് വെച്ചേ വള്ളത്തിന്റെ മറവില് നായകനും നായികയും കൂടി കെട്ടിപ്പിടിച്ച് അതെങ്ങനെയുണ്ടായിരുന്നു? നല്ല രസമായിരുന്നു അല്ലേ? വൃത്തികേട്. റാണി, എന്താണ് ഇത്? ചെമ്മീൻ കടലിൽ വളരുന്ന ഒരുതരം ജീവിയാ. നീ എന്നത്ര കളിയാക്കൊന്നും വേണ്ട. നീ ഗേഡ് തെറ്റിച്ച് എന്തിനാണെന്നാണ് എന്റെ ചോദ്യം. ഗേഡ് തെറ്റിച്ചാലേ സാഹിബ് അടുത്ത കപ്പലിൽ കയറ്റി ചരക്ക് തിരിച്ചയക്കും. എനിക്കറിയാം മീറ്റെടുക്കാൻ. കൊച്ചുപിള്ളച്ചേട്ടൻ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. റാണി, നീ ദേഷ്യപ്പെടാതെ. നിന്റെ അച്ഛന്റെ പ്രായമില്ലേടി എനിക്ക്. പ്രായം സമ്മതിച്ചു, അച്ഛനാകണ്ട. എന്താ കൊച്ചുപിള്ള ചേട്ടാ അവിടെ? അല്ല, ഞാൻ ഈ റാണി ഒന്ന് ഗുണഘോഷിച്ചു. അപ്പോഴേക്ക് അവൾ എന്നെ കടിച്ചു കീറി തിന്നാൻ വരുന്നു. അവൾ ഓഫീസിലേക്ക് വരാൻ പറ. കൊച്ചുമലയാളി വിളിച്ച് കേട്ടില്ലേ? എന്തിനാ വിളിക്കുന്നത്? പിരിച്ചുവിടാനായിരിക്കും. അങ്ങോട്ട് ചെല്ലാൻ. ജോലി ചെയ്യാനും സമ്മതിക്കില്ല. എന്തിനാണ് എന്നെ വിളിച്ചത്? റാണി, കൊച്ചുപിള്ളച്ചേട്ടൻ അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? എനിക്കിപ്പോ ജോലി ചെയ്യാൻ അറിയില്ലെന്നാണ് അങ്ങരുടെ കണ്ടുപിടുത്തം. പോട്ടെ, ക്ഷമിച്ചുകളാ. അയാൾ വയസ്സനല്ലേ. നിനക്ക് എന്തെങ്കിലും പ്രയാസമോ ആവശ്യമോ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതിയല്ലോ. ഞാൻ പോട്ടെ. നിന്നെ ഹേഡ് കുട്ടുമ്പോൾ ഉപദ്രവിക്കാമെന്നൊന്ന് കേട്ടല്ലോ. നീ എന്താ എന്നോട് പറയാതിരുന്നത്? അയാളുടെ തൊപ്പി ഞാൻ തുറപ്പിക്കുമായിരുന്നല്ലോ. അയാൾ എന്നോട് മര്യാദകേട് കാണിക്കാൻ വന്നതിന് ഞാൻ ശരിക്കും മറുപടി കൊടുത്തിട്ടുണ്ട്. കൊച്ചു മുതലാളിക്ക് മറ്റു വല്ലതും പറയാനുണ്ടോ? നീ കോടതിയിൽ ചോദിക്കുന്ന പോലെ ചോദിക്കുന്നത് എന്താണ്? അല്പം സ്നേഹവും മയവും ഒക്കെ വേണ്ടേ? എനിക്ക് ജോലിയുണ്ട്. എന്നാ പോ. എന്തിനാ റാണി കൊച്ചു മുതലാളി വിളിച്ചത്? മനസ്സമ്മതം ചോദിക്കാൻ. റാണി, വെള്ളം കോരാൻ പോയതാണോ? കണ്ടിട്ട് കൊച്ചുമുതലാളിക്ക് മനസ്സിലാകുന്നില്ലേ? ഞാനൊരു ലോഹ്യത്തിന് വേണ്ടി ചോദിച്ചല്ലേ. നിനക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ലല്ലോ. ഒരു സ്നേഹക്കുറവുമില്ല. കൊച്ചുമുതലാളിയുടെ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന രൂപ കൊണ്ടല്ലേ ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പൊ നിനക്ക് എന്നോട് സ്നേഹമാണ്. അത് മതി. അല്ല, നീ കീറിയ ബ്ലൗസ് ഇട്ടിരിക്കുന്നത് എന്താണ്? ഞങ്ങൾ പാവങ്ങളല്ലേ. എന്നാലേ ഒരു 3-4 ബ്ലൗസ് തയ്പ്പിച്ചു. വേണ്ട കൊച്ചുമുതലാളി. അതെന്താ? ആരെങ്കിലും കാണുമെന്ന് വിചാരിച്ചാ? എന്നാലൊരു പണി ചെയ്യാം. ഞാനിതിവിടെ വെച്ചേക്കാം. ഞാൻ ഇവിടെ നിന്ന് പോയതിന് ശേഷം നീ ഇതെടുത്തോ. കൊച്ചുമുതലാളി, ആ രൂപ കൂടെ എടുത്തോണ്ട് പോണം. ഞാൻ എടുക്കില്ല. ഞാൻ നിന്നോട് സ്നേഹമുള്ളത് കൊണ്ട് തന്നതാ. ആ രൂപ എടുക്കണം. ഞാൻ എടുക്കില്ല. ഈ രൂപ വാങ്ങൂ. നീ കൊച്ചു പിള്ളേരെ പോലെ ആകരുത്. ആരും കാണണ്ട. ബ്ലൗസിനകത്ത് വെച്ചോ. ഈ രൂപ തിരിച്ചു വാങ്ങാൻ. വാങ്ങിക്കണോ? എത്ര നേരമായി പെങ്കൊച്ചു രൂപയും വെച്ച് നീട്ടുന്നു. അവക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ വാങ്ങിച്ചൂടെ? ഇതാ വെച്ച ഞാൻ കൊടുക്കാം.
ഏതാ പെണ്ണെ? ഞാൻ ഭാർഗവിയുടെ മകൾ റാണിയാ. അതാ ഞങ്ങളുടെ വീട്. നിന്നെപ്പോലുള്ള പെമ്പിള്ളേർ വേണം യവനെയൊക്കെ പിള്ളേരെ മര്യാദ പഠിപ്പിക്കാൻ. ചേട്ടൻ ഏതാ? ഇവിടെ അടുത്തുള്ളതാ, ആ വഞ്ചിപ്പുരയിലെ താമസം. പകൽ സമയത്തും കുടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ കുടിക്കും. നിന്റെ സ്ത്രീധന പണം കൊണ്ടൊന്നും അല്ലല്ലോ ഞാൻ കുടിക്കുന്നത്. അതെനിക്കറിയാം. ഭാര്യ എന്ന നിലയിൽ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. പകലെങ്കിലും കുടിക്കാതിരിക്കും. കുടിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? ഓർമ്മിപ്പിച്ചതിന് നന്ദി. നമസ്കാരം. ഓപ്പൺ എയറിലാണല്ലോ ആഘോഷം. ഒളിച്ചിരുന്ന് കഴിക്കേണ്ട കാലമെല്ലാം കഴിഞ്ഞില്ലേ കുട്ടമ്പിള്ളേ? വലിയ മലയാളി മരിച്ചത് പിന്നെ ഒന്നിനൊരു ഒളിവില്ല. കൊച്ചുപിള്ളേ ഒഴിക്കാം. കൊച്ചുപിള്ള ചേട്ടൻ എല്ലാം പറഞ്ഞില്ലേ? പറഞ്ഞു. വാദിയെ നേരിട്ട് കണ്ട് ഒരു എൻക്വയറി നടത്താമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാനിവിടെ എങ്ങനെ ജീവിക്കും കുട്ടമ്പിള്ളേ? ഒരു ദിവസം എന്നെ കൊല്ലാൻ കത്തിയുമായി അവൻ ഇവിടെ കയറി വന്നു. ഇപ്പോഴിതാ കടപ്പുറത്ത് വെച്ചെന്നെ ഉപദ്രവിച്ചു. അതേ, ആ റാണിയുടെ മുമ്പിൽ വെച്ച് തല്ലുകൊണ്ടതാ ക്ഷീണമായി പോയത്. പതുക്കെ പറയണു. ആ റാണിയുടെ മുമ്പിൽ വെച്ച് ആരെങ്കിലും കയറി വന്നാലേ ഞാൻ കുടിക്കുന്ന അറിയണ്ട. അതുകൊണ്ടാ. ആ സേതു അവന് നമുക്ക് എടുക്കാൻ ഷായി സാറേ. ചോദിച്ചോട്ടെ, അടി ശരിക്കു കൊണ്ടോ? ആദ്യത്തെ ഒറ്റ അടി മതിയല്ലോ, എന്തിനാ അധികം? കൊച്ചുമലാലിന്റെ ഇടത്തെ ചെള്ളയ്ക്കും നോക്ക്, അവന്റെ കൈരേഖ നോക്കിയുള്ള ഫലം പറയാം. ഷായി സാർ എന്തിനാ കടപ്പുറത്ത് പോയത്? ഇത് നല്ല ചോദ്യം. ഞാനൊരു ചെമ്മീൻ വ്യവസായിയല്ലേ. വ്യാവസായിക ആവശ്യങ്ങൾക്ക് കടപ്പുറത്ത് പോകാതെ പറ്റുമോ? ആ റാണിപ്പെണ്ണിന്റെ അടുത്ത് വ്യവസായത്തിന് പോകുന്നത് സ്വല്പം സൂക്ഷിക്കണം. ഞാനത് അനുഭവിച്ചറിഞ്ഞതാ. കുപ്പിവെള്ളം കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ആ കയ്യേലൊന്ന് കയറി തൊട്ടു. ചീത്ത പറഞ്ഞ് അവളെന്റെ കണ്ണ് പൊട്ടിച്ചു. അന്ന് ഞാൻ അവളെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടായിരുന്നു. കാരണം ഞാനത് ചെയ്തില്ല. നമുക്കില്ലേ സിസ്റ്റേഴ്സ് ആൻഡ് മദേഴ്സ് അല്ലാണ്ട്. അവനെ നകത്താക്കാൻ എന്താ മാർഗം? ഒരു കാര്യം ചെയ്യും, 10-15 വലക്കാരെ വെച്ച് അവനങ്ങോട്ട് തല്ലിക്ക്. ഞാൻ കണ്ണടിച്ചറിയാം. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് വലക്കാരെയല്ല അവൻ കൂട്ടുകാരാക്കി. ഒരു വഞ്ചിപ്പുരയിലാണ് താമസവും. വഴക്കാരന്മാരെല്ലാം ഞാൻ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. എന്തോന്നാ കുട്ടമ്പിള്ളി, നിങ്ങൾക്ക് കാര്യത്തിന്റെ ഗൗരവം അറിഞ്ഞുകൂടാ? സോഡാവെള്ളം ചേർക്കണ്ട. സേതുമാവനെ നമുക്ക് ശരിപ്പെടുത്താം. എസ്.ഐ. അദ്ദേഹം ഭാര്യ വിട്ട് പോയിരിക്കുക. അദ്ദേഹം ഒന്നും ഇങ്ങോട്ട് വന്നോട്ടെ. അല്ല, എനിക്ക് പവേഴ്സ് ഉണ്ടെങ്കിലും അദ്ദേഹം ഇല്ലാത്ത സമയത്ത് അവനെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതത്ര ശരിയല്ല. പോലീസ് എന്നെ സഹായിക്കുന്നില്ലെങ്കിൽ ഞാനൊരു തോക്ക് വാങ്ങിക്കും. അവനെ ഞാൻ വെടിവെച്ചു കൊല്ലും. ഷായി സാറേ, ഇപ്പോഴത്തെ തോക്കൊന്നും ഒന്നുമില്ല. വടക്കേ ഇന്ത്യയിൽ ഒരിടത്ത് പോലീസ് 10 റൗണ്ട് വെടിവെച്ചിട്ട് ഒരെണ്ണം പോലും ചത്തില്ല. ശരിയാ, ഞാൻ പത്രത്തിൽ കണ്ടു. വേറൊരിടത്ത് ആ പോലീസ് ആകാശത്തോട്ട് വെടിവെച്ചിട്ട് 6 ചത്തു. ഉന്നത്തിന്റെ തകരാറാ. ശരി, ആ നെല്ല് ഒന്ന് എഴുന്നേറ്റ്, ഒരു അത്യാവശ്യ കാര്യം പറയാനാ. അവളുടെ നാരായണനാണ്
എന്താ എവിടെയെങ്കിലും ലോ ആൻഡ് ഓർഡർ പ്രോബ്ലംസ് വല്ലതും ഉണ്ടോ? അയ്യോ സ്റ്റേഷൻ ഡി ജി വന്നിരിക്കുന്നു. ദക്ഷിണ മേഖല ഡി ഐ ജിയോ ഉത്തര മേഖല ഡി ഐ ജിയോ? ദൈവമേ, ഇങ്ങോരുടെ തൊപ്പി പോയി തന്നെ ഒന്ന് കണ്ടോടനെ. ഡി ഐ ജി എമ്മൻ സർക്കിറ്റിന് പോകുന്ന വഴി ഒന്ന് മൂത്രം ഒഴിക്കാൻ സ്റ്റേഷനിൽ കയറിയതാ. ഞാനല്ലാതെ അവിടെ ഒറ്റ പോലീസുകാരൻ പോലും ഇല്ലായിരുന്നു. വന്നത് SI എവിടെയാണെന്ന് ചോദിച്ചു. ഞാനങ്ങ് നേര് പറഞ്ഞു. അപ്പൊ ഹെഡ് കോൺസ്റ്റബിൾ എവിടെയെന്നായി. ഞാൻ പറഞ്ഞ കടപ്പുറത്ത് ബീച്ചിന് പോയിരിക്കുകയാണെന്ന്. പോയി വിളിച്ചിട്ട് പാടോ എന്ന് പറഞ്ഞു ഓടി ഓട്ടമാണ് എന്റെ കുട്ടമ്പിള്ള. തുറന്നു. എന്നിട്ട് ഡി ഐ ജി മൂത്രം ഒഴിച്ചോ? ദൈവമേ, ഇങ്ങോരൊരു ഉദ്യോഗം പോയത് തന്നെ. നാരായണം പോയിട്ട് പറ, ഞാൻ മധ്യമേഖല ഡി ഐ ജി ആയിട്ട് ഷാജി സാറുടെ വീട്ടിലിരിക്കുകയായിരുന്നു. പറയാൻ പോ. സേതുവിനോട് എന്താ ഇത്ര വൈരാഗ്യം? ഞാൻ കാലു പിടിച്ച് അപേക്ഷിക്കുന്നു, അയാള് വെറുതെ വിട്ടേക്കൂ. ഓഹോ, ഇവിടെ നിന്ന് എല്ലാം കേൾക്കുകയായിരുന്നു. ഇതാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുകയാണ് നിനക്ക് നല്ലത്. നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. പഴയ കാമുകന്റെ കാര്യം വന്നപ്പോഴാണല്ലോ ഇതുവരെ ഇല്ലാത്ത വേവലാതിയും ഉപദേശങ്ങളും. എത്രയോ നാളുകളായി നിങ്ങളുടെ ക്രൂരതകൾ കണ്ടും കേട്ടും സഹിക്കുകയാണ് ഞാൻ. ക്ഷമയ്ക്കും ഒരു അതിരുണ്ട്. നീ എന്റെ ഭാര്യയാണ്, ഉപദേശകയല്ല. അതെ, ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, അടിമയല്ല. നീ നിന്റെ നില മറന്നു സംസാരിക്കുന്നു. എന്റെ നില മറ്റാരെക്കാളും എനിക്കറിയാം. ഈ നിലയിൽ ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് ഭേദം. ഓഹോ, ശരി. എന്റെ ഭാര്യയുടെ ആഗ്രഹം സാധിച്ചു തരേണ്ടത് എന്റെ കടമയാണല്ലോ. വരട്ടെ, ആദ്യം നിന്റെ കാമുകൻ.